പൂനമിന് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ 2 ദിവസം കൂടുമ്പോ ഒരു കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അതും വിചിത്രമായത്, കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോ അച്ഛനെയാണ് ആദ്യം കഴിപ്പിക്കുക. ഇന്നാ അച്ഛാ, പറയൂ, കഴിച്ചിട്ട് കേക്ക് എങ്ങനെയുണ്ടെന്ന്. എന്താ മോളെ, നീ ഇത് മാത്രം ഉണ്ടാക്കുന്ന എപ്പോഴും? ഈ കേക്ക് അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടാക്ക്. എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അച്ഛാ. പഠിക്കാൻ നോക്ക്. കല്യാണം കഴിഞ്ഞാലും ഈ കേക്ക് മാത്രമേ ഉണ്ടാക്കുകയുള്ളോ നീ? അതെ അച്ഛാ, ഞാൻ കേക്ക് മാത്രമേ ഉണ്ടാക്കൂ. കഴിക്കേണ്ടവർക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ വിശന്നിരിക്കട്ടെ. പൂനം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ മിടുക്കിയായിരുന്നു. വീട്ടിൽ എപ്പോഴും അതിഥികൾ വരുമോ, പൂനം അവർക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി കൊടുക്കും. വീട്ടിൽ വന്ന അതിഥിക്ക് സന്തോഷമാകും. കൊള്ളാം പൂനം മോളെ, മോള് ഉണ്ടാക്കിയ കേക്ക് കൊള്ളാം. താങ്ക് യു അങ്കിൾ. ഓരോ ദിവസം കഴിയുമ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മിടുക്കിയായി അവൾ. അവളുടെ അച്ഛൻ അവക്കു വേണ്ടി ആലോചനകൾ തുടങ്ങി. പൂനം സുന്ദരിയായതുകൊണ്ട് ഹരിഹറിന് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല ചെറുക്കനെ തപ്പാൻ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പൂനമിന്റെ കല്യാണം ഫിക്സായി. ചെറുക്കന്റെ പേര് ആകാശ് എന്ന്. അവൻ ഭയങ്കര ബുദ്ധിയുള്ള ചെറുക്കനാണ്. പൂനം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആകാശിനോട് പറഞ്ഞു, ആകാശ്, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് കേക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്നാലും നീ എന്നെ കല്യാണം കഴിക്കുമോ? ആ പൂനം, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വിവാഹം കഴിക്കുന്നത്. നിന്നെ എനിക്കിഷ്ടമാണ്. ഭക്ഷണമൊക്കെ ചേട്ടത്തി ഉണ്ടായിക്കോളും. നീ വീട്ടിലെ മറ്റു ജോലികളൊക്കെ ചെയ്താൽ പോരെ? ശരി, അതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പൂനമിന്റെ കല്യാണം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. ഭർത്താവ് വീട്ടുകാര് നല്ല ആൾക്കാരായിരുന്നു. അവളുടെ അമ്മായിയമ്മ നാത്തൂൻ ടീന അവളെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ ചേട്ടത്തിയമ്മ അവളെ ഒന്ന് കാണാൻ ഒരു പ്രാവശ്യം പോലും വന്നില്ല. പൂനം, നിനക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇവിടെ എല്ലാരും നന്നായിട്ടല്ലേ പെരുമാറുന്നത്? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചേട്ടത്തിയമ്മ മിണ്ടാനൊന്നും വന്നില്ല. അവർക്ക് അസുഖം വല്ലതും ഉണ്ടോ? അല്ല, അവരുടെ ബുദ്ധിക്കാ കുഴപ്പം. എന്ന് പറഞ്ഞ? ആ ചേട്ടത്തി കുറച്ച് അഹങ്കാരിയാ. അവർക്ക് നമ്മുടെ വിവാഹം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്തുകൊണ്ട്? അത് നീ നല്ല സുന്ദരിയല്ലേ, അതുകൊണ്ട് അവർക്ക് അസൂയ. ഈ വീട്ടിൽ നല്ല സുന്ദരിയായൊരു മരുമോൾ വന്നില്ലേ? ഓഹോ, അപ്പൊ അതാണ് കാര്യം. അടുത്ത ദിവസം ശകുന്തല അവളെ കാണാൻ വന്നു. അപ്പ തന്നെ കുറ്റം പറയാൻ തുടങ്ങി. ആ, നീ കൊള്ളാലോ കൊച്ചേ, വന്നപ്പോ തന്നെ എല്ലാരും നീ കയ്യിലെടുക്കാൻ വിട്ടില്ല. നല്ലതാ. ഇല്ല ചേച്ചി, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. കൂടുതലൊന്നും പറയാൻ ഇങ്ങോട്ട് വരണ്ട. ആഹാരമൊക്കെ ഉണ്ടാക്കിയല്ലോ അല്ലേ? അത് പിന്നെ എനിക്ക് അത് കേക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. കേക്ക് മാത്രോ? ശരി ശരി, ചെല്ല്. രാവിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വാ. ഞാൻ എന്തുണ്ടാക്കൂ? എനിക്ക് വേറെ ഒന്നും. ഭയങ്കര സംസാരമാണല്ലോ. എന്താണോ അറിയാവുന്നത് അതുണ്ടാക്ക്. പൂനം മിണ്ടാതെ അടുക്കളയിലോട്ട് പോയി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പൂനം കൊച്ച് രാവിലെ തന്നെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരും. എന്നിട്ട് അമ്മ നല്ല വഴക്ക് പറയും. എന്തായാലും അത് നന്നായി. പൂനം മൈദമാവിൽ ചോക്ലേറ്റ് പൗഡർ, ചോക്ലേറ്റ് എസൻസ്, മുട്ട എല്ലാം പൊട്ടിച്ച് കുഴച്ച് നേരെ ഓവനിലോട്ട് അങ്ങ് വെച്ചു. ചോക്ലേറ്റ് കേക്കിന്റെ മണം കാരണം എല്ലാവരും അവിടെ വന്നു. ഇത് കൊള്ളാലോ, ചേച്ചി വന്നപ്പോഴേക്കും തന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി. അടിപൊളി. ഇത് കൊള്ളാലോ മരുമോളെ, ചോക്ലേറ്റ് കേക്ക് നന്നായിട്ടുണ്ടാക്കിയല്ലോ. അധികം മധുരവും ഇല്ല, കയ്പും ഇല്ല. പ്രൊഫഷണൽ കേക്ക് തന്നെ. താങ്ക് യു അമ്മ. ഇത് കേട്ടപ്പോ ശകുന്തളയ്ക്ക് ഒന്നുകൂടെ ഭ്രാന്തായി. അവൾ പറഞ്ഞു, പക്ഷെ അമ്മേ, രാവിലെ രാവിലെ ആരാ കേക്ക് കഴിക്കുന്നത്? ശകുന്തളയുടെ ഭർത്താവ് അനിൽ മിണ്ടാതിരുന്ന് കേക്ക് കഴിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, എന്താ, ഞാൻ കഴിക്കും. നല്ല കേക്ക് കിട്ടിയാൽ ആരാ പിന്നെ കഴിക്കാത്ത, അല്ലേ? നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇത് കേട്ട് ബാക്കിയുള്ളവർ ചിരിക്കാനും തുടങ്ങി. ശകുന്തളയ്ക്ക് എങ്ങനെയെങ്കിലും പൂനമിനെ താഴ്ത്തണമായിരുന്നു. അമ്മേ, പൂനമിന് കേക്ക് അല്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്നും ആഹാരം ആരുണ്ടാക്കും? എന്തേ, നിനക്കുണ്ടാക്കാൻ അറിയില്ലേ? നീ വീട്ടിലെ മരുമോളല്ലേ? നീ ആഹാരം ഉണ്ടാക്കും, പൂനം മോളും നിന്നെ സഹായിക്കും. നിന്നെക്കാളും ചെറുതല്ലേ അവള്. ഈ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ, കുറച്ച് സമയം കൊടുക്ക്. ശകുന്തള വടി കൊടുത്ത് അടി വാങ്ങി. പക്ഷെ വാശി വിട്ടില്ല. ഒന്ന് കഴിയുമ്പോ ഒന്ന് പണി കൊടുക്കും. എന്നാലല്ലേ കുടുംബത്തിന്റെ മുമ്പിൽ പൂനം നാണം കെട്ടു പോകുള്ളൂ. പക്ഷെ പൂനം ആ പണിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരിമാറും. പൂനം നല്ല മനസ്സുള്ളവളായതുകൊണ്ട് എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. ശകുന്തളയുടെ മനസ്സിൽ വിഷം മാത്രമായിരുന്നു. അവസരം നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ അവൾക്കത് കിട്ടി. അനിലും ആകാശും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്തത്. കമ്പനിയുടെ മുതലാളി ക്രിസ്ത്യനായിരുന്നു. ആകാശും അനിലും ക്രിസ്മസിന് അദ്ദേഹത്തെ വീട്ടിൽ വിളിപ്പിച്ചു.
ആകാശ് വീട്ടിലെത്തിയപ്പോ പൂനമിനോട് പറഞ്ഞു. പൂനം, ക്രിസ്മസിന് ബോസ് വരുന്നുണ്ട്. ആ, നീ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും. അതിനെന്താ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ക്രിസ്മസിന്റെ ദിവസം എത്തി. പൂനം കേക്ക് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. പക്ഷേ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവളുടെ മനസ്സിലൊരു കാര്യം വന്നു. ക്രിസ്മസിന്റെ സമയത്ത് പ്ലം കേക്കും ചോക്ലേറ്റ് കേക്കും കഴിക്കുമല്ലോ. പിന്നെ എന്തിനാ ഒരു ടൈപ്പ് കേക്ക് മാത്രം? പ്ലം കേക്കും കൂടെ ഉണ്ടാക്കാം. പൂനം പ്ലം കേക്കും ഉണ്ടാക്കും. 2 കേക്കും ഉണ്ടാക്കി സൈഡിൽ വെച്ചു. അനിലിന്റെ ആകാശിന്റെ ബോസ് വീട്ടിൽ വന്നു. അവരതിൽ തിരക്കായിപ്പോയി. അടുക്കളയിലോട്ട് ആരും ശ്രദ്ധിച്ചില്ല. ശകുന്തള ഈ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ചോക്ലേറ്റ് കേക്കും ചാണക കേക്കും കാണാൻ ഒരുപോലെയാ. ഇനി കാണാൻ രസം. ശകുന്തള ചോക്ലേറ്റ് കേക്ക് കളഞ്ഞു. പുറത്തുനിന്ന് പശുവിന്റെ ചാണകം എടുത്തോണ്ട് വന്നു. എന്നിട്ട് നല്ല രീതിയിൽ ഒരുക്കി ചോക്ലേറ്റ് കേക്കിന് പകരമായി വെച്ചു. കണ്ടാൽ ചാണകം ഒരു കേക്ക് തന്നെയാണെന്നേ പറയൂ. ചാണക കേക്കും കൊണ്ട് ശകുന്തള പുറത്തോട്ട് വന്നു. സർ, നിങ്ങൾ ഈ ചോക്ലേറ്റ് കേക്ക് കഴിച്ചേ പറ്റൂ. ഞങ്ങളുടെ പുതിയ മരുമോള് ചോക്ലേറ്റ് കേക്ക് നന്നായി ഉണ്ടാക്കും. ഇന്നിത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതൊക്കെ ശരിയാണ്, പക്ഷേ ഒന്നും പറ്റൂല. നിങ്ങളിത് കഴിച്ചേ പറ്റുള്ളൂ. ഇല്ലില്ല, ഞാൻ കഴിക്കുന്നില്ല. എനിക്ക് ചോക്ലേറ്റ് അലർജിയാണ്. എനിക്ക് പ്ലം കേക്കാണ് ഇഷ്ടം. പ്ലം കേക്ക്? ഞാൻ അതും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പ്ലം കേക്ക് കൊണ്ടുവരാം. പൂനം പ്ലം കേക്ക് കൊണ്ടുവന്നു. ബോസ് അത് കഴിച്ചിട്ട് പറഞ്ഞു. കൊള്ളാലോ, നല്ല കേക്കാണല്ലോ. വാവ്, വളരെ നല്ലതാ. ശകുന്തള മാഡം, നിങ്ങൾ ചോക്ലേറ്റ് കേക്കിനെ പ്രശംസിച്ചില്ലേ? കഴിക്കേ. വേണ്ട വേണ്ട. കഴിക്കേ. അതേ ചേട്ടത്തി, കഴിക്കൂന്നേ. ഞാൻ കഴിപ്പിക്കാം. ടീന സ്പൂണ് കൊണ്ട് ചാണക കേക്ക് എടുത്തിട്ട് ശകുന്തളയുടെ വായിൽ വെച്ചു കൊടുത്തു. ശകുന്തളയുടെ ഈ പ്ലാനും നേരെ തിരിഞ്ഞുപോയി. ആ രാത്രി അവൾ ഉറങ്ങിയില്ല. അതിനുശേഷം അവൾ പൂനമിന്റെ പുറകെ പോയിട്ടില്ല. ചാണക കേക്ക് ശകുന്തളയ്ക്ക് ഒരു പാഠം പഠിപ്പിച്ചു. പൂനം ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. സത്യം പറയാലോ ആനന്ദ്, എന്റെ അമ്മുമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന്റെ ടേസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നതിന് വരൂല. പുള്ളിക്കാരി അതിൽ ചേരുവകൾ മാത്രമല്ല ഇടുന്നത്, സ്നേഹം കൂടിയാണ്. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന അച്ചാർ ഇത്രയും രുചിയാവുന്നത്. നിങ്ങൾ അമ്മുമ്മയുടെ അച്ചാർ ഒരു പ്രാവശ്യം കഴിച്ചാണ്ടല്ലോ, പിന്നെ എന്റെ അച്ചാർ പോലും മറന്നുപോകും. നീ പറയുന്ന ഈ രസമുള്ള സംസാരം കേട്ടിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ തോന്നുന്നു. നമുക്കിനി എത്ര നേരം കൂടെ എടുക്കും വീട്ടിലോട്ട് എത്താൻ ആനന്ദ്? ഏയ്, അധികമൊന്നുമില്ല. ഒരു 20 മിനിറ്റാ ഈ മാപ്പിൽ കാണിക്കുന്നത്. രാധിക മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. അവൾ അവിടെ തന്നെയാണ് ആനന്ദിനെ വിവാഹം കഴിച്ചതും. അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല. നാട്ടിൽ അമ്മാവൻ, അമ്മായി, പിന്നെ അമ്മൂമ്മയും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് നാട്ടിലോട്ട് ആദ്യമായിട്ടാണ് അവൾ അമ്മൂമ്മയെ കാണാൻ പോകുന്നത്. രാധികയുടെ അമ്മൂമ്മ സുമിത്ര നല്ല രുചിയുള്ള അച്ചാറുകൾ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാധികയ്ക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ അമ്മൂമ്മ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ അച്ചാർ ആനന്ദിനെയും കൂടെ കഴിപ്പിക്കണമെന്നായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാധികയും ആനന്ദും നാട്ടിലെത്തിയായിരുന്നു. സുമിത്രയ്ക്ക് സ്വന്തം പേരക്കുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അമ്മുമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന്റെ മസാലയുടെ മണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വീടിപ്പോഴും. എന്റെ മോളെ, എന്നാ നീ ഈ അച്ചാറും കൂടെ ഒന്ന് കഴിക്കുക. ഇന്നലെ കണ്ണിമങ്ങ മരത്തിന്ന് പറിച്ച് അച്ചാറിട്ടതാ. ആനന്ദ് മോനെ, ഇതിന്റെ രുചി നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ചൂട് ചൂട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, കടല ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഇടട്ടെ മോനെ? മതി മുത്തശ്ശി, ഇപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. എന്തൊരു സ്വാദാ മുത്തശ്ശി ഉണ്ടാക്കുന്ന അച്ചാറിന്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മ, ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ? രാധിക, നിന്റെ അമ്മായി വിളിക്കുന്നു. ഞാനിപ്പോ വരാം കേട്ടോ. മോളെ, എന്താ വല്ല കാര്യമുണ്ടോ? അമ്മ, അത് വേറെ ഒന്നുമല്ല. ചേട്ടനും ചേട്ടത്തിയും പോയിട്ട് കുറെ ആയല്ലോ. രാധികയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് നാട്ടിലോട്ട് വരുന്നതും. അവൾക്ക് 100 രൂപ കൂടുതൽ പൈസ കൊടുക്കാമെന്നൊന്നും വിചാരിച്ചു പോരുത്. നമ്മുടെ അടുത്താണെങ്കിൽ വെറുതെ പൈസ കളയാനൊന്നുമില്ല. നിങ്ങളെയാണെങ്കിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. നിങ്ങൾ നിങ്ങളുടെ ചെറുമോൾക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കൊടുക്കും. അതെ, എനിക്ക് 2 പിള്ളേരുള്ളതാ. അവരെയും കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതാണ്. ഒരു പ്രാവശ്യം ഇവറ്റകൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാലുണ്ടല്ലോ, പിന്നെ നാട്ടിലോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതെ അമ്മേ, രാധികയുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് പണം ചെലവാക്കി. കല്യാണശേഷവും ഇങ്ങനെ കാണാൻ വന്നാൽ ആലോചിച്ചു നോക്കൂ, ഞങ്ങൾ എന്തു ചെയ്യും? അമ്മ എന്തിനാ വെറുതെ അടുപ്പം കാണിക്കുന്നത്? ദയവ് ചെയ്ത് നിർത്തൂ. പിന്നെ ഇവിടെ നിൽക്കാൻ അവസരം ഉണ്ടാക്കരുത്. നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറയൂ. വൈകുന്നതിന് മുമ്പേ പറഞ്ഞു വിടണം.
നിങ്ങൾ രണ്ടുപേരും ഇതെന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? നിങ്ങളുടെ വലിയേട്ടനും ഏട്ടത്തിയും പോയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലേ? നിങ്ങൾ വേണ്ട അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ മരുമോന് ഇച്ചിരി വിലയൊക്കെ കൊടുക്കേണ്ടത്. വിലയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ അല്ലാതെ നിങ്ങൾ എന്ത് വിലയുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മ ഇവിടെയല്ലേ താമസിക്കുന്നത്? നിങ്ങൾ തന്നെ ഒരു ഭാരമാണ് എനിക്ക്. അപ്പോഴാ ഏട്ടനും ഏട്ടത്തിയുടെ ഒരു മോളും കൂടെ വന്നിട്ട് അമ്മ വല്ല ശബ്ദം എടുത്തു വെച്ചിട്ടുണ്ടോ അവളെയും കൂടെ നോക്കാമെന്ന ജീവിതത്തില്? രാധികയുടെ അമ്മ ഇത് പറഞ്ഞതുകൊണ്ടിരുന്നപ്പോൾ തന്നെ രാധിക മുറിയിലോട്ട് കയറി വരികയായിരുന്നു. രാധിക മുഴുവൻ കാര്യങ്ങൾ കേട്ടിരുന്നു. അവളാണെങ്കിൽ നല്ല കോപത്തിലുമായിരുന്നു. മതി അമ്മായി, ഇനി അധികം വേണ്ട. നിങ്ങൾ അമ്മൂമ്മനെ ഒരുപാട് പറഞ്ഞു. അമ്മൂമ്മ സ്വന്തം പിള്ളേരുടെ വീട്ടിലല്ലാണ്ട് പിന്നെ എവിടെയാണ് നിൽക്കേണ്ടത്? ശരിയാണ്, എന്റെ അച്ഛനും അമ്മ ഇപ്പൊ ജീവനോടെ ഈ ഭൂമിയിലില്ല. പക്ഷെ അതിനെന്താ, ഞാൻ ജീവനോടെ ഇല്ലേ? എന്റെ അമ്മൂമ്മനെ ഞാൻ കൊണ്ടുപോകും എന്റെ കൂടെ. ഇനി അമ്മൂമ്മ നിങ്ങളുടെ കൂടെ ജീവിക്കില്ല. വരൂ അമ്മൂമ്മ, അമ്മൂമ്മയുടെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യൂ. വരൂ, ഇന്ന് തന്നെ നമുക്ക് സിറ്റിയിലോട്ട് തിരിച്ചു പോവാം. അങ്ങനെയെങ്കിൽ നിന്റെ മുത്തശ്ശിയെ കൊണ്ടുപോയിക്കോളൂ. ഇവരും അവിടെ തന്നെ നിന്റെ കൂടെ നിൽക്കട്ടെ. ഒരു പണക്കാരനെ കിട്ടിയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ അഹങ്കാരം പറയുന്നേ? അതെ, നിങ്ങൾ അതങ്ങ് വിടുന്നേ. അവളത്ര അഹങ്കാരത്തിൽ കൊണ്ടുപോവാണെങ്കിൽ അങ്ങ് കൊണ്ടുപോട്ടെന്നെ അങ്ങോട്ട്. നോക്കിക്കോ, 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചങ്ങ് വന്നോളും. സുമിത്ര ഒരിക്കലും വിചാരിച്ചതല്ലായിരുന്നു രാധിക ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ അവളുടെ അമ്മാവനും അമ്മായിയും ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. സുമിത്രയും രാധികയും പൊട്ടി കരയുകയായിരുന്നു. രാധികയ്ക്കാണെങ്കിൽ താല്പര്യവുമില്ലായിരുന്നു അമ്മൂമ്മ ഇങ്ങനൊരവസ്ഥയിൽ നാട്ടിൽ കഴിയണമെന്ന്. അങ്ങനെ രാധികയും ആനന്ദും കൂടെ തീരുമാനിച്ചു അമ്മൂമ്മനെ സിറ്റിയിലോട്ട് തന്നെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ സുമിത്ര ആനന്ദിന്റെയും രാധികയുടെയും കൂടെ സിറ്റിയിലോട്ട് എത്തിക്കഴിഞ്ഞായിരുന്നു. സുമിത്രയ്ക്ക് ഭയങ്കര സമാധാനമായിരുന്നു. കാരണം പേരക്കുട്ടി രാധികയും ആനന്ദ് മോനും നന്നായിട്ട് അവളെ നോക്കിയിരുന്നു. അമ്മൂമ്മ ഇനി ഞങ്ങളുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്. അമ്മൂമ്മയുടെ ടേസ്റ്റ് അച്ചാർ ഇനി ഞങ്ങൾക്ക് ഇവിടെയും കഴിക്കാലോ. എന്തേ, ശരിയല്ലേ ആനന്ദ്? അതെ രാധികെ, അങ്ങനെ വേണം. എന്റെ മുത്തശ്ശിയാണെങ്കിൽ എന്റെ കൂടില്ല. ഇപ്പോഴെനിക്ക് വീണ്ടും എന്റെ മുത്തശ്ശിയെ തിരികെ കിട്ടി. താങ്ക് യു മുത്തശ്ശി. നന്നായിരിക്കും മക്കളെ. സുമിത്ര ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൾ രണ്ടുപേർക്ക് വേണ്ടിയും അച്ചാറുണ്ടാക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു. രാധിക സുമിത്രനെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി. സുമിത്ര അവളുടെ കണക്കിനനുസരിച്ച് മാങ്ങ വാങ്ങിച്ചു. സുമിത്ര വീട്ടിലെത്തിയപ്പോൾ തന്നെ അച്ചാറിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മാങ്ങ കഷ്ണങ്ങളാക്കി ഉണക്കാനായിട്ട് വെയിലത്തങ്ങ് ഇട്ടു. അപ്പോഴേക്കും മസാലകൾ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് ചെയ്തു. സുമിത്ര മുളകുപൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം അവിടെ എടുത്തു വെച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി വെച്ചു. അമ്മുമ്മ, മാങ്ങ വെയിലത്ത് കിടന്ന് ഉണങ്ങിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ മാങ്ങയില് ഈ മസാലയൊക്കെ ഇട്ട് കടുകെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാ മാങ്ങയിലും നല്ല രീതിയിൽ മസാല പിടിച്ചിരിക്കണം. അപ്പൊ ഇളക്കിക്കോ മോളെ. പിന്നെ ഒരു കാര്യം രാധിക ശ്രദ്ധിക്കണം, ഈ മാങ്ങയിലെല്ലാത്തിലും നല്ല രീതിയിൽ എണ്ണ മൂടിയിരിക്കണം. കാരണം ഈ എണ്ണ ഉണ്ടെങ്കിലേ അച്ചാറുകൾ ചീത്തയാവൂല. എത്രയേ ഉള്ളൂ മക്കളെ. ഇനി നമ്മള് നല്ലൊരു ഭരണിയിൽ ഈ അച്ചാറിട്ട് വെച്ച് മൂടി കെട്ടി വെക്കണം. അത് ഒരാഴ്ച വരെ അവിടെ ഇരിക്കണം. പിന്നെ വെയിൽ കൊള്ളിക്കണം കേട്ടോ. ഇച്ചിരി എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചങ്ങ് വെക്കുക. സുമിത്ര അങ്ങനെ മാങ്ങ അച്ചാറ് റെഡിയാക്കി വെച്ചു. രാധികയുടെ വീട്ടിൽ കുറച്ച് കൂട്ടുകാരികൾ കാണാൻ വന്നു. രാധിക എല്ലാവർക്കും പപ്പടത്തിന്റെ കൂടെ അച്ചാറ് കൊടുത്തു. ആഹാ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈ അച്ചാറിന്. ഇത് എവിടെന്നാ വാങ്ങിച്ചേ? എന്നോടും കൂടെ പറ. അച്ചാറിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പുതിയ ബ്രാൻഡിന്റെ വല്ലതും ആണോ? അതെ, ന്യൂ ബ്രാൻഡ് തന്നെയാന്ന് വിചാരിച്ചോ. ഇത് എന്റെ അമ്മൂമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. അമ്മൂമ്മ അച്ചാറുണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. ആണോ? അമ്മൂമ്മയാണോ ഈ അച്ചാറുണ്ടാക്കിയത്? എന്റെ രുചിയുള്ള അച്ചാറാണ്. ഈ അച്ചാർ എന്റെ വീട്ടിൽ കിട്ടിയാലേ എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേണ്ടിയും കൂടെ അച്ചാറിട്ട് തരാൻ പറ്റുമോ? എനിക്കും കൂടെ അച്ചാറിട്ട് തരാൻ പറ്റുമോ അമ്മൂമ്മ? ഞാൻ ഒരുപാട് പ്രാവശ്യം അച്ചാറിടാൻ നോക്കിയതാ, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചി വരുന്നില്ല അത്ര. എന്റെ അമ്മ പറയാറുണ്ട് ചിലവരിട്ട അച്ചാർ അത്ര സൂപ്പർ ആവൂലെന്ന്. അമ്മമ്മ എനിക്കും കൂടെ ഇച്ചിരി അച്ചാറിട്ട് തന്നാലേ ഇച്ചിരി സഹായം ആവുമായിരുന്നു. അതിനെന്താ പിള്ളേരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അച്ചാറിട്ട് തരാം. ഇപ്പൊ അച്ചാറിന്റെ മാങ്ങയ്ക്ക് നല്ല സീസണാണ്. എനിക്ക് ഇത്തിരി സമയം തരണം എന്നേ ഉള്ളൂ. രാധിക കൂട്ടുകാരികളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവളുടെ മനസ്സിലൊരു ഐഡിയ വന്നത്. അമ്മൂമ്മയുടെ ഈ അച്ചാറിന് ഒരു ബിസിനസ് ആക്കിയാലോ എന്ന്. അമ്മൂമ്മയ്ക്ക് സന്തോഷവും ആവും, അവിടെ ഒരു പേരും വരും. അമ്മൂമ്മ, ഞാനും ആനന്ദ് കൂടെ അമ്മൂമ്മയുടെ അച്ചാർ ഓരോരോ വീട്ടിലെത്തിക്കാനുള്ള പരിപാടിയില്ല. അപ്പൊ അമ്മൂമ്മയുടെ അച്ചാർ എല്ലാ വീട്ടിലും ആവുമല്ലോ. അതെ മുത്തശ്ശി, മുത്തശ്ശി ഉണ്ടാക്കിയ അച്ചാറിനെ എല്ലാരും പുകഴ്ത്തുന്നു. മുത്തശ്ശിയുടെ കൈകൊണ്ടുണ്ടാക്കിയ അച്ചാറ് ഇനിയും എല്ലാരും കഴിക്കട്ടെ. രാധികയുടെ ആനന്ദിന്റെയും ഈ കാര്യങ്ങൾ കേട്ടിട്ട് സുമിത്രയുടെ കണ്ണു നിറഞ്ഞു പോയിരുന്നു. കാരണം അപ്പുറത്തെ ഇളയ മകനും മരുമകളും അവൾക്ക് ഒരു വിലയും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ മൂത്ത മകന്റെ മോളും മരുമകനും എന്ത് വിലയാണ് തരുന്നത്. ഭയങ്കര ബഹുമാനമാണ് അവർക്ക് കൊടുക്കുന്നത്. അതവൾ ആസ്വദിക്കുകയായിരുന്നു.
അങ്ങനെ സുമിത്രയുടെ അച്ചാറിന് നല്ലൊരു പേര് കിട്ടിയിരുന്നു. സുമിത്രയുടെ അച്ചാർ ഓരോരോ വീട്ടിലെത്തിയിരുന്നു. അതിന്റെ ക്രെഡിറ്റ്സ് ഒക്കെ കിട്ടിയിരുന്നത് രാധികയും ആനന്ദിനുമായിരുന്നു. രാധികയും ആനന്ദിനെയും പോലെ പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ വയസ്സായിട്ടുള്ളവർക്ക് നല്ല വിലയാണ് കിട്ടുന്നത്. വയസ്സായിട്ടുള്ളവരുടെ അനുഭവങ്ങൾ വീട്ടിലെ പിള്ളേർക്ക് നല്ല ഉപകാരമായിരിക്കും. വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ പിള്ളേരിലല്ലേ സന്തോഷം കണ്ടെത്തുന്നത്. പക്ഷെ കുറച്ച് വലിയ ആൾക്കാരൊന്നും ഈ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വലിയ വിലയൊന്നും കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ വയസ്സായിട്ടുള്ളവരുടെ അനുഗ്രഹം അവരുടെ തലയിൽ നിന്ന് അങ്ങനെ അങ്ങ് പോവും. സുമിത്രയുടെ ഇളയ മകനും മരുമകൾക്കും ഈ കാര്യം മനസ്സിലായപ്പോൾ അവർക്ക് നല്ല സങ്കടമായി. സുമിത്ര അവരോട് ക്ഷമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവള് തിരിച്ചു വീട്ടിലോട്ട് പോയില്ല. സുമിത്ര ആനന്ദിന്റെ രാധികയുടെ കൂടെ തന്നെ താമസിച്ചു. അവളുടെ ശരിക്കുള്ള സന്തോഷം അവരുടെ കൂടെയായിരുന്നു. Thanks for watching.